നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ടൈം ഈസ് ടേക്കൺ അലോങ് എക്സ് ആക്സിസ് ആൻഡ് വെലോസിറ്റി ഈസ് ടേക്കൺ അലോങ് വൈ ആക്സിസ്. നോക്കാം എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നതെന്ന്. തന്നിട്ടുള്ള ഡാറ്റ നോക്കുക. വെലോസിറ്റി 15 ആണ്, ടൈം 0, 1, 2, 3, 4. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ടി അലോങ് എക്സ് ആക്സിസ്, വെലോസിറ്റി വി അലോങ് വൈ ആക്സിസ്, ഓരോ സമയത്തുള്ള വെലോസിറ്റി പ്ലോട്ട് ചെയ്യാം. 0, 15, 1, 15, 2, 15, 3, 15, 4, 15. ഈ രീതിയിലാണ് നമുക്ക് പോയിന്റ്സ് കിട്ടുക. ഇതെങ്ങനെ നമ്മൾ പ്ലോട്ട് മീൻസ് ഗ്രാഫ് പോയിന്റ്സ് യോജിപ്പിച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ യു ആർ ഗെറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ പ്രത്യേകത നോക്കൂ. വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് ആസ് ടൈം ഗോസ് ഓൺ. വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്. സമയത്തിനനുസരിച്ച് വെലോസിറ്റി മാറുന്നില്ല. ഓക്കെ, അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് മോഷൻ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് ദ മോഷൻ ഈസ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ. അപ്പോൾ യൂണിഫോം മോഷന്റെ കേസിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് is a straight line parallel to x-axis. Okay, velocity time graph is a straight line parallel to x-axis. ഇനി ഇതിൽ നിന്ന് നമ്മൾ മറ്റൊരു കാര്യം കൂടി കണ്ടെത്താം. Suppose you are finding out area under the graph. Okay, we'll find out area under the graph. What is the area? എങ്ങനെയാണ് ഏരിയ അണ്ടർ ദി ഗ്രാഫ് കണ്ടുപിടിക്കുക? ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗ്രാഫ്, നമ്മുടെ ഈ ലൈനാണ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴേക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആണ് ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒന്ന് നോക്കൂ. എലോങ് വൈ ആക്സിസ് യു ഹാവ് വെലോസിറ്റി, എലോങ് എക്സ് ആക്സിസ് യു ഹാവ് ടൈം. സോ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഈക്വൽ ടു, ഇവിടെ ഏരിയ നമുക്കൊരു റെക്റ്റാങ്കിൾ അല്ലേ കിട്ടുന്നത്. ദിസ് ഇസ് എ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. വാട്ട് ഈസ് ദി ലെങ്ത് ഹിയർ? ടൈം അല്ല, ടൈമാണ് ലെങ്ത് ഇൻറ്റു വാട്ട് ഈസ് ദി ബ്രെഡ്ത്ത്? വെലോസിറ്റി. വെലോസിറ്റി ആണല്ലോ നമ്മൾ വൈ ആക്സിസിൽ എടുത്തിട്ടുള്ളത്. സോ ബ്രെഡ്ത്ത് ഇസ് velocity. So you'll get area under the velocity time graph equal to v into t. What is v into t? Velocity into time നമുക്ക് എന്താ കിട്ടുക? It is equal to displacement. ഓക്കെ, കാരണം നമുക്കറിയാം നമ്മൾ വെലോസിറ്റി ഡിഫൈൻ ചെയ്തത് എങ്ങനെയായിരുന്നു? വെലോസിറ്റി ഡിഫൈൻ ചെയ്തത് v ഈക്വൽ ടു വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നല്ലേ? വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ഗിവ്സ് യു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ വാട്ട് ഇസ് ദ കൺക്ലൂഷൻ? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ. We'll consider another case. See, velocity increases 5, 10, 15, 20, 25, 30. As time goes on, like 2, 4, 6, 8, 10, 12. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. ഈ ഒരു കേസിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് നമ്മൾ നോക്കാം. ഇപ്പം 2 വെലോസിറ്റി 5, 4, 10, 6, 8, 20, like that. Okay, so if you join these points, നമുക്ക് കിട്ടുന്ന ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തായിരിക്കും നോക്കൂ. സോ ഇൻ ദിസ് കേസ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ്. ഓക്കെ, നമ്മൾ സ്ലോപ്പ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരച്ചത്. ആൻഡ് ദ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. പോസിറ്റീവ് സ്ലോപ്പുള്ള ഒരു ഗ്രാഫാണ് കിട്ടിയത്. എപ്പോൾ? velocity, when velocity increases with respect to time. Okay,
So as velocity increases with respect to time, then velocity time graph is a straight line with a positive slope. അപ്പോൾ ഈ കേസിൽ നമുക്ക് പറയാം the body is accelerated. Velocity increase ചെയ്യാണ്, so body is accelerated. ഇനി ആക്സിലറേഷൻ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക? For that we'll consider 2 points in the velocity time graph. Consider this graph. Suppose t1 and t2 are the time interval, time instance. U is the initial velocity, V is the final velocity. ഈ കേസിൽ നമുക്ക് കിട്ടിയ ഗ്രാഫ് നേരത്തെ കിട്ടിയ അതേ ഷേപ്പിലാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. സപ്പോസ് യു ആർ ഫൈൻഡിങ് ഔട്ട് സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ്. സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ലെറ്റ് തീറ്റ ബി ദി ആംഗിൾ, ദെൻ സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ. Okay, what is tan theta from the figure? It is opposite side by adjacent side, that is BC by AC. അല്ലേ? എതിർവശം by സമീപവശം, BC by AC. Now what is that? So tan theta equal to BC എന്താണ് നോക്കൂ, ഈ ലെങ്ത്. ഇത് നമുക്ക് ഇങ്ങനെ കിട്ടില്ലേ, V minus U. അല്ലേ? ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ ഈ ഇവിടെയുള്ള വെലോസിറ്റി മൈനസ് ഇവിടെയുള്ള വെലോസിറ്റി, ദറ്റ് ഇസ് ബി മൈനസ് യു ബൈ വാട്ട് ഇസ് എ സി, T2 മൈനസ് T1, T2 മൈനസ് T1. അപ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ. എന്താ ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി. അല്ല, വി മൈനസ് യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ time interval. So this can be written as V minus U by T. അവിടെ നമ്മൾ T2 minus T1 ആണ് T എന്ന് എഴുതിയത്. ഓക്കെ, T2 minus T1. അപ്പോൾ ഇതെന്താ ശരിക്കും V minus U by T എന്നുള്ളത്? ഇറ്റ് ഈസ് ആക്സിലറേഷൻ. ഓക്കെ, ആക്സിലറേഷൻ. അപ്പോൾ ഫ്രം വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇഫ് യു ഫൈൻഡ് ഔട്ട് the slope, you get acceleration A equal to V minus U by T. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഒന്ന് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, അതിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. രണ്ടാമത് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സിലറേഷൻ. ഓക്കെ, മറ്റൊരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. സി വെലോസിറ്റി ഡിക്രീസസ് ഹിയർ. Okay, as time goes on, velocity decreases. Now if you plot the graph, for 0 you have 50, then 1 40, 2 30, 3 20, 4 10. Okay, in case see the shape of the graph here. Velocity decreases with respect to time and the graph is a straight line. പക്ഷെ എന്താ വ്യത്യാസം? ആദ്യം കണ്ട ഗ്രാഫ് പോലെയല്ല ഇപ്പോൾ. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. ഓക്കെ, ബിക്കോസ് വെലോസിറ്റി ഡിക്രീസസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ദ ഷേപ്പ് ഇസ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇവിടെയും വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ വാല്യൂ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആക്സിലറേഷൻ നമുക്കറിയാം V മൈനസ് യു ബൈ ടി. ഓക്കെ, V ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് സപ്പോസ് നമ്മൾ ഈ രണ്ട് വാല്യൂസ് എടുക്കാമെന്ന് വിചാരിക്കുക. T ഈക്വൽ ടു 1ഉം T ഈക്വൽ ടു 3ഉം. അപ്പോൾ അവിടെ ഫൈനൽ വെലോസിറ്റി എന്താ? 20 അല്ലേ? 3 സെക്കൻഡ് കറസ്പോണ്ടിങ് വെലോസിറ്റി 20 മൈനസ് ഇനിഷ്യൽ 40. 20 minus 40 divided by T2, 3 minus 1. So you'll get minus 20 by 2. Okay, that is minus 10 meter per second square. അപ്പോൾ ആക്സിലറേഷൻ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇഫ് വെലോസിറ്റി ഈസ് ഡിക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് മീൻസ് യു ഹാവ് നെഗറ്റീവ് ആക്സിലറേഷൻ. അല്ലെങ്കിൽ ഇതാണ് നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്തത്, റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ. ഓക്കെ, റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്തതാണിത്. അപ്പോൾ ആ ഒരു കേസാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ
അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ 3 കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് വരിക എന്നുള്ളത്. ആദ്യം വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവുന്ന കേസ്, പിന്നെ വെലോസിറ്റി ഇൻക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം, വെലോസിറ്റി ഡിക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈ കേസുകളെല്ലാം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? ഒന്ന്, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ യു വിൽ ഗെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. 2, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സിലറേഷൻ. ഇഫ് യു ഫൈൻഡ് ഔട്ട് ദ സ്ലോപ്പ്, ഓക്കെ, ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. ഏതാണ്, ആക്സിലറേഷൻ ആണോ റിട്ടാർഡേഷൻ ആണോ എന്നുള്ളത് നമുക്ക് അതിൻ്റെ സ്ലോപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ 3, യു വിൽ ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് ദ മോഷൻ ഓഫ് ദ ബോഡി. വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് എൻ ഐഡിയ അബൌട്ട് ദ മോഷൻ ഓഫ് ദി ബോഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുതന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസും. അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് യൂണിഫോം മോഷൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. അങ്ങനെയുള്ള കേസിൽ ആക്സിലറേഷൻ 0 ആണ്. ഇൻ ദ കേസ് ഓഫ് ആക്സിലറേറ്റഡ് മോഷൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഇസ് പോസിറ്റീവ്. In the case of retardation, straight line with a negative slope. Velocity time graph is a straight line with a negative slope. ഈ കേസിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. പക്ഷേ ഈ കേസുകളിലെല്ലാം, അതായത് ആക്സിലറേഷൻ ആയാലും റിട്ടാർഡേഷൻ ആയാലും, വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ആക്സിലറേഷൻ ഇസ് കോൺസ്റ്റൻറ്റ് ഓർ ദ മോഷൻ ഇസ് കോൾഡ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.